എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഗീതവും ഗോവിന്ദും കൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് വണ്ടി നിർത്തിയിടണം. അല്ല, ഇവിടെ എന്താ നീ നിർത്താൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ ഒരാളും കൂടെ നമ്മളോടൊപ്പം ഉണ്ടെന്ന് വേണം. ഒരാളോ? അതാരാ? അതൊക്കെ ഉണ്ട്. ഓ, അപ്പം നമ്മുടെ ഈ യാത്രയില് നമ്മളോടൊപ്പം കൂടാനായിട്ട് ഒരാളും കൂടെ ഉണ്ടല്ലേ എന്ന് ഗോവിന്ദ് പറയാം. ഒരു കണക്കിന് അത് നന്നായി എന്ന് ഗോവിന്ദിന് മനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ സമയത്താണ് വിജയലക്ഷ്മി അങ്ങോട്ട് വന്ന് കാറിലേക്ക് കയറുന്നേ. ഇതൊട്ടും പ്രതീക്ഷിച്ചിരുന്ന കാര്യമില്ല. ഇവരോ? ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നേ? അല്ല, അത് പിന്നെ രഞ്ജുവിന്റെ അമ്മയല്ലേ ഈ അമ്മ. അപ്പൊ അമ്മ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അപ്പൊ ഡോക്ടറെ കാണാൻ പോയ സമയത്ത് അമ്മയെ നമ്മുടെ കൂടെ വേണ്ടേന്ന് ചോദിക്കുകയാണ്. ഈ പെട്ടെന്ന് ഗോവിന്ദിച്ചു, നീ എന്തൊക്കെയാ ഇത് പറയണേന്ന് ചോദിക്കാം. അല്ല കണ്ണേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ? ഒരു പക്ഷേങ്കില് നമ്മളെക്കാളും കൂടുതൽ രഞ്ജുവിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അമ്മയ്ക്കല്ലേ, അതുകൊണ്ട് അമ്മയെ നമ്മുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പറയാം. ഈ സമയം അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം. അതെന്താ ശരിയായാല്? അതൊന്നും ശരിയാകത്തില്ല, നീ ഇങ്ങോട്ട് ഇറങ്ങിക്കേ എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് വലിച്ചും കൂടെ ഇറക്കുവാണ്. എന്താ കണ്ണേട്ടാ, എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കണം. അവൻ ഈ കൂടെ വരണ്ടാന്ന് പറയാം. അത് പറയാൻ ഗോവിന്ദൻ എന്താ അത്? കാരണം അവർക്കും ഇല്ലായിരിക്കുമോ? സ്വന്തം മകളുടെ കാര്യമല്ലേ. അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ടും നല്ലത് അവർ കൂടെ ഉള്ളത് തന്നെയാ. ഒന്ന് ഓർത്തു നോക്കിയേ. ഒരു പക്ഷേ സ്റ്റെം സെൽസ് മാറ്റി വെക്കണമെങ്കിൽ രക്തബന്ധം ഉള്ളവർ വേണമെന്നല്ലേ പറഞ്ഞേ. അപ്പൊ അമ്മ കൂടെ ഉള്ളതല്ലേ നല്ലത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കണേ? എന്ത് ചെയ്യാനാ? അന്ന് ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, കൂടപ്പുറപ്പായിട്ട് ജനിച്ചുവിനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പോ അമ്മയുടെ സ്റ്റെം സെൽസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വെക്കാൻ പറ്റില്ലെങ്കിൽ ഇനിയിപ്പോ അവരുടെ സ്റ്റെം സെൽസ് ആണല്ലോ എടുത്ത് വെക്കാലോ. അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല സമാധാനക്കേടാ. എന്ത് ചെയ്യാനല്ലേ ഗോവിന്ദേട്ടാന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗോവിന്ദ ശരിയാന്ന് പറയണ. ഗോവിന്ദൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഭാഗ്യം ഇവൾക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല. ആ ഒരു ചിന്തയായിരുന്നു. എന്നാലും അതത് ശരിയാകത്തില്ല, ഇവര് കൂടെ വരണ്ടാന്ന് പറയണ. അതെന്താ ഗോവിന്ദേട്ട ഇങ്ങനെ പറയണേ? അന്ന് ഒരു കാര്യം ചെയ്യാം, ഇവര് വന്നോട്ടെ, ഇവര് വേറെ വണ്ടിക്ക് വന്നോട്ടെ എന്ന്. വേറെ വണ്ടിക്കോ? അതെന്താ? ഞാൻ ഒരു കാര്യം ചെയ്യാം, അജാസിനെ വിളിച്ച് പറയാം, അവനോട് വന്നിട്ട് അവന്റെ വണ്ടി കയറി വന്നോട്ടെ, അല്ല നമ്മുടെ കാറ് വരണ്ടാന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് തന്നെ അജാസിനെ വിളിക്കുകയാണ്. അജാസെ, അതെ, അർജന്റ് ആയിട്ട് ഇവിടെ വരെ ഒന്ന് വരണം, ലൊക്കേഷൻ ഞാൻ ഇട്ട് തന്നേക്കാന്ന് പറയണം. അങ്ങനെ കോള് വെച്ച് കഴിയുമ്പോൾ തന്നെ ഗീതിന് വെപ്രാളമായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ദൈവമേ, അവർണയെ വിളിച്ചില്ലല്ലോ. കൃത്യസമയത്ത് തന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെയായിട്ട് അവർണയെ വിളിച്ചിട്ടില്ല. വല്ലാത്തൊരവസ്ഥയെ. ദൈവമേ, വിളിക്കണേ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർണയുടെ കോള് വരികയാണ്. ഗീതന് ഫോണിനകത്തേക്ക്. ഗീത കൊടുത്തു. ഹലോ, പറഞ്ഞു അവർണിക്ക്, ഞാൻ കൃത്യസമയത്ത് തന്നെയാണ് വിളിച്ചേ. ആണോ? എന്തു പറ്റി? വയറുവേനയാണോ? മനസ്സിലായി, കൃത്യസമയത്ത് തന്നെ വിളിച്ചേന്ന്. അയ്യോ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ശരി, ഞാൻ ലൗഡ് സ്പീക്കർ ഇടാവേ, അന്ന് എനിക്ക് ശരിക്കും കേൾക്കത്തില്ല എന്ന് പറയണം. ഈ സമയത്ത് അവർണയ്ക്ക് എന്ത് ചെയ്യണം? അവനെ അവിടെ കിടന്ന് അങ്ങോട്ട് നന്നായിട്ട് തകർത്തങ്ങോട്ട് അഭിനയിക്കും. അയ്യോ, എനിക്ക് വയറുവേനയാണേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട്. ഇത് ഗോവിന്ദും കേട്ടു. അതെ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗീതു, എത്രയും പെട്ടെന്ന് ഇവിടം വരെ വരാവോ? എനിക്ക് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഗീതു, എന്നെ ഒന്ന് വന്ന് സഹായിക്കുക ഗീതു, പെട്ടെന്ന് വരാൻ പറയണം. പെട്ടെന്ന് ശരി അന്ന് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് കോള് കെട്ടിയോ. എന്തു പറ്റി അവർണയ്ക്ക്? എന്താന്ന് നടത്തില്ല, ഭയങ്കര വയറുവേനയാന്നാ പറഞ്ഞേ. അയ്യോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്നോടൊന്ന് ചെല്ലാവെന്ന് ചോദിച്ചു. എന്നാ നീ ചെല്ലി ഗീതു, എത്രയും വേണം ചെല്ലാൻ വേണം. അല്ല, നീ ഇപ്പൊ എങ്ങനെ പോകുമെന്ന് ചോദിക്കണം. ഈ സമയത്താണ് അജാസിന്റെ എൻട്രി. അജാസ് ഓടി വന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് പറ്റി? എന്താ പ്രശ്നം? എന്തോ വലിയ കാര്യം ഉണ്ടല്ലോ എന്ന് പറയണേ. അത് എനിക്ക് എത്രയും പെട്ടെന്ന് അവർണയുടെ അടുത്ത് നിന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അവർണയ്ക്ക് എന്തോ ഒരു ഹോസ്പിറ്റൽ കേസാണെന്ന് തോന്നുന്നു, ഭയങ്കര വയറുവേനയാന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതാണോ പെങ്ങളെ? എന്നാ നമുക്ക് വേണ്ടി പെട്ടെന്ന് പോയേക്കാന്ന് പറയണേ. ഈ സമയത്ത് വിജയലക്ഷ്മി അങ്ങോട്ട് വന്നു, കാറിൽ നിന്നിറങ്ങി. അല്ല, എന്താ ഇവിടെ? കുറെ സമയമല്ലേ നിങ്ങള് ഇത് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ പറ്റില്ല. രഞ്ജുവിന്റെ കാര്യമാണ്, അതറിയാലോ. ഡോക്ടർ വഴിക്ക് പോവും, ഇങ്ങോട്ട് വരാൻ പറയണം. ഈ സമയം ഗീത പറഞ്ഞു, അല്ലമ്മേ, എനിക്ക് വരാൻ പറ്റില്ല എന്നാണ്. വരാൻ പറ്റില്ലേ? അതെന്താ? അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ്. അല്ലമ്മേ, ഒരു കാര്യം ചെയ്യ, അമ്മ ഗോവിന്ദനോടൊപ്പം പോവും, അമ്മയും മോനും കൂടെ ഒരു യാത്ര ചെയ്യുന്നോർത്ത് ഇപ്പൊ എന്താ കുഴപ്പമിരിക്കണേ? പെട്ടെന്ന് ഗോവിന്ദ് ചോദിച്ചു, അമ്മയും മോനോ? അല്ല, അത് പിന്നെ രഞ്ജുവിന്റെ അമ്മയാണല്ലോ ഈ അമ്മ. ഇപ്പൊ ഈ അമ്മ രഞ്ജുവിന്റെ അമ്മയാകുമ്പം ഗോവിന്ദേട്ടൻ ഈ അമ്മയുടെ മകൻ ആകുമല്ലോ. ഇങ്ങനെ വളച്ചു കെട്ടി പറഞ്ഞോണ്ടിരിക്കണം. ഗോവിന്ദ് വന്നിട്ട്, നീ എന്തൊക്കെയാ ഗീതു പറയണേന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ രഞ്ജുവിന്റെ അമ്മയായതുകൊണ്ട് ഈ അമ്മേനെ ഞാൻ അമ്മയെന്ന് വിളിക്കുകയാണല്ലോ ചെയ്യുന്നേ. അങ്ങനെ ആകുമ്പത്തേനും എന്റെ അമ്മ ഇതാകുമ്പത്തേനും ഗോവിന്ദേട്ടൻ മരുമോനാവൂല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ അമ്മയെന്ന്. ഓഹോ, ഇവളുടെ ഒരു വളിച്ച കോമഡി എന്ന് പറയാണ്. ഈ സമയത്ത് ഗോവിന്ദൻ, ഒരു കാര്യം ചെയ്യാം, ഞാൻ മറ്റൊരു കാറ് വിളിക്കാതുണ്ട്. വേണ്ട, മറ്റൊരു കാറ് വിളിക്കാനൊന്നും സമയമില്ല. അതെ, ഞാൻ അങ്ങോട്ട് പോട്ടെ, അമ്മ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് നേരെ വിജയലക്ഷ്മിയുടെ കയ്യെ പിടിച്ച് എന്ത് ചെയ്യണം, ആ കാറിനകത്തേക്ക് കൊണ്ടിരുത്തണം.
പുറയിലേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേനും പുറയിലില്ല, ഫ്രണ്ടിലിരിക്കാൻ പറഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് അങ്ങ് കയറ്റി ഇരുത്തുകയാണ്. അതെന്നാ ഇനി ഞാൻ പോട്ടെ, നിങ്ങൾ വേഗം വിട്ടു, സമയം പോയെന്ന് പറയണേ. ഗോവിന്ദിന് വേറെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു കൊണ്ടുപോകുന്നല്ലാതെ. അങ്ങനെ ഗോവിന്ദ് കാർ സ്റ്റാർട്ട് ചെയ്തു. അവരിങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അജാസ് എന്നിട്ട് പറഞ്ഞു, കൊള്ളാം, പ്ലാനൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അമ്മയും മകനെയും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് ചെറിയ പെടാപ്പാടൊന്നും അല്ല പെട്ടിരിക്കുന്ന, അല്ലേന്ന് ചോദിക്കാം. അല്ല, എൻ്റെ അടുത്താ ഗോവിന്ദേണ്ട കളി. ഈ യാത്രയിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരും. അവരുടെ മനസ്സിലായാലും മഞ്ഞെല്ലാം ഉരുകിത്തീരും. രാധികാമ്മയുടെ പതനം തുടങ്ങി. രാധികാമ്മ അസ്തമിച്ചു തുടങ്ങി. ആ സമയത്ത് അവിടെ സൂര്യനായി ഉദിച്ചു പൊങ്ങുവാണ് ഇനിയിപ്പം വിജയലക്ഷ്മി അമ്മയെന്ന് പറയാം. അല്ല, ഇതൊക്കെ നടക്കുമോ? നടക്കും. കണ്ടു, ഈ യാത്ര അവർക്ക് വേണ്ടിയുള്ള യാത്ര, അതിനു വേണ്ടിയിട്ടല്ലേ ഞാൻ അത്ര റിസ്ക് എടുത്തേ എന്ന് പറയാം. എന്നാ ബാ നമുക്ക് വിട്ടേക്കാന്ന് പറഞ്ഞ് അജാസും ഗീതും കൂടെ അങ്ങോട്ട് പോവാണ്. ഇങ്ങനെ വിജയലക്ഷ്മിയും ഗോവിന്ദും കൂടെ കാറി യാത്രയാണ്. കുറെ സമയം ചെന്നിട്ട് ഗോവിന്ദ് ഒരു അക്ഷരം പോലും മിണ്ടണില്ല. പിന്നീട് വിജയലക്ഷ്മി ചോദിച്ചു, അല്ല കണ്ണ, നീ എത്ര സമയം ഇങ്ങനെ ഇരിക്കണേ? നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ? നീ എന്നോടൊന്നും സംസാരിക്കാത്തത്? നിങ്ങളോട് ഞാൻ എന്ത് പറയാനാ? നിങ്ങളോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളോടുള്ള പറച്ചിലൊക്കെ ഞാൻ നിർത്തിയതാന്ന് പറയണം. എന്നാലും ഇങ്ങനെയൊന്നും പറയരുത് മോനെ എന്ന് പറയണം. പിന്നെ എങ്ങനെ പറയണം? എൻ്റെ അച്ഛനെയൊക്കെ ഉപേക്ഷിച്ച് പോയ നിങ്ങളോട് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണ്ടേ? എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. പിന്നെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഗീത് കൂടെ ഇല്ലാത്തൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നെന്ന് പറയണം. അതെന്താ? ഒന്നുമില്ലാന്ന് പറയണേ. ഈ സമയത്ത് എന്ത് ചെയ്യണം? ദാഹിച്ച് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി അവിടെ ഇരുന്ന് ബോട്ടിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. കുടിച്ച് കഴിയുമ്പോൾ ഗോവിന്ദ് പറഞ്ഞു, അത് കുടിക്കണ്ട, ഞാൻ കുടിച്ചിട്ട് വെച്ച ബാക്കിയാന്ന് പറയാം. വിജയലക്ഷ്മി, നീ കുടിച്ചിട്ട് വെച്ച ബാക്കി, ഞാനിത് എത്രയോ വട്ടം ഇതുവരെ കുടിക്കുകയും കഴിക്കുകയും ചെയ്തിരിക്കുന്നു. നീ എൻ്റെ മകനല്ലായിരുന്നോ? ഇതൊക്കെ എനിക്കൊരു പ്രസാദമായിട്ട് അന്ന് തോന്നിയത്. ഇപ്പൊ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല. നീ കുടിച്ചിട്ട് വെച്ച് വെള്ളം കുടിച്ചു എനിക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. ഞാൻ നിന്റെ അമ്മയല്ലേടാന്ന് ചോദിക്കണം. അമ്മ ആ പദം പറയാനുള്ള അർഹതയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം വിജയലക്ഷ്മിക്ക് ഒരു സങ്കടം വന്നു. വിജയലക്ഷ്മി പക്ഷെ ഒന്നും കൂടുതലൊന്നും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പിന്നീട് ചോദിച്ചു, അല്ല നീ എന്താ പറഞ്ഞ ഡോക്ടറെ കാണാൻ പോണേ? അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് പെട്ടെന്ന് എന്താ തോന്നിയെന്ന് ചോദിക്കണം രഞ്ജുവിന്റെ കാര്യത്തില്. അല്ല, അത് പിന്നെ ഈ ഡോക്ടറെ കാണുന്നതുകൊണ്ട് നല്ലൊരു ഗുണമുണ്ട് രഞ്ജുവിന്റെ കാര്യത്തില്. അപ്പൊ അതുകൊണ്ട് ഗീതുവാണ് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചേ. ഈ ഡോക്ടറെ കാണുവാണെങ്കിൽ ഒരു പക്ഷെ രഞ്ജുവിന്റെ ജീവിതത്തിന് കുറെ കാലം കൂടെ ഒരായുസ് ഉണ്ടായിരിക്കും. അവളുടെ സ്റ്റെം സെൽസും എന്റെ സ്റ്റെം സെൽസും, അതാണ് രക്തബന്ധമുള്ള ആരുടെയും സ്റ്റെം സെൽസ് തമ്മിൽ മാറ്റി വെക്കണം. ഒരു പക്ഷേങ്കിൽ അത് എന്റെ സ്റ്റെം സെൽസ് മാറ്റി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ അവളുടെ ജീവിതം നീട്ടി കിട്ടുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്ന് പറയാം. ഇത് ഗീത് ഉണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല. ഗീതുമില്ലാത്ത ഒരു പക്ഷെ നന്നായെന്നാ ഞാൻ പറയുള്ളൂ. ഇത് കേട്ടപ്പോൾ ഒരു നിമിഷം വിജയലക്ഷ്മിയിൽ ഒരു ഞെട്ടലുണ്ടായി. വിജയലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞു, കാർ നിർത്താൻ പറയണം. കാർ നിർത്താനോ? അതെന്താ? നിന്നോട് നിർത്താൻ പറഞ്ഞാൽ നിർത്തിയാൽ മതി എന്ന് പറയാം. ഇതെന്താ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയണേ? നിർത്താം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുകയാണ്. നിങ്ങൾ എന്തിനാ ഇപ്പൊ കാർ നിർത്താൻ പറഞ്ഞേ? ഈ ഒരു കാര്യത്തിന് ഡോക്ടറെ കാണാൻ പോകുന്ന അറിഞ്ഞിരുന്നെങ്കിലോ ഒരു കാരണവശാലും ഞാൻ വരത്തില്ലായിരുന്നു പറയാം. എന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച ലക്ഷങ്ങളിൽ ഒരാൾക്ക് മാത്രം അത് വിജയിക്കത്തുള്ളൂ. കുറെ അന്വേഷിച്ച പിന്നെ വെറുതെ പണം പോകുന്നു മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊരു പ്രയോജനം ഉണ്ടാകാനൊന്നും പോകുന്നില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പറയാം. നീ ഇതാ മനസ്സിലാക്കണം. കാരണം ഞാൻ ഇതിന്റെ അപ്പുറം ശ്രമിച്ച, കാരണം പണം കൊടുത്ത് നേരെയാക്കാൻ പറ്റുന്നതാണെങ്കിൽ രഞ്ജുവിന്റെ ജീവിതം എന്നെ ഞാൻ നേരെയാക്കിക്കൊണ്ട് വന്നേനും. ഒരു പക്ഷേങ്കിൽ ഈ സ്റ്റെം സെൽസ് മാറി വെച്ചോണ്ടൊന്നും ഒരു ഗുണവും കാണത്തില്ല. ഇതൊക്കെയായിരുന്നു എന്നോടൊരു വാക്ക് പറയാൻ മേലായിരുന്നോ? ഞാൻ ഇങ്ങനെ ഒരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെടുമായിരുന്നോ? നീ പറഞ്ഞു നല്ല ഡോക്ടറാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, പോരാത്തിന് ഗീതവും പറഞ്ഞുകൊണ്ടാ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച. ഇതിനു വേണ്ടിയിട്ടാണെങ്കിൽ ഞാനില്ല, ഞാൻ എങ്ങോട്ടും ഇല്ല എന്ന് പറയണം. അല്ലപ്പോ നിങ്ങൾക്ക് എന്താ കുഴപ്പം? എന്റെ സ്റ്റെം സെൽസ് മാറ്റി വെച്ചെന്നത് എന്താ കുഴപ്പം? ഞാൻ അവളുടെ ബ്ലഡ് അല്ലേ, പിന്നെ എന്താ കുഴപ്പമിരിക്കണേ? അതിനകത്ത് ഒരു പ്രശ്നമില്ലല്ലോ. പിന്നെ ഒന്ന് നോക്കിയാന്നോർത്ത് എന്താ കുഴപ്പമിരിക്കണേ? വേണ്ട, അതൊക്കെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ രഞ്ജു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാണെന്ന് പറയാം. രഞ്ജു അങ്ങനെ അറിയാനൊന്നും പോകുന്നില്ല. നീ എന്താ കണ്ണ ഇങ്ങനെയൊക്കെ പറയണേ? രഞ്ജു അറിയില്ലെന്നോ? അവൾ എന്നെ കൊച്ചുകുട്ടിയാണ് അറിയാതിരിക്കാൻ വേണ്ടിട്ട്. അവളുടെ അസുഖത്തെക്കുറിച്ച് അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ. താൻ ഓരോ നിമിഷവും മരിച്ചോണ്ടിരിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ മനസ്സ് തകർന്നു. അങ്ങനെയാണെങ്കിൽ അവളുടെ ജീവന്റെ ആയുസ് വീണ്ടും കുറയത്തുള്ളൂ. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ കുഞ്ഞിന് നല്ലൊരു മരണം ആഗ്രഹിക്കുന്നത്. അവളൊന്നും അറിയത്തില്ല, സന്തോഷത്തോടു കൂടി മരിക്കണം. അത് മാത്രം എൻ്റെ മനസ്സിലൊരു പ്രാർത്ഥനയുള്ളൂ, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് പറയാം. എന്നാലും ഒന്നുമില്ല. കാറ് കയറാൻ പറയാണ്. അങ്ങനെ വിജയലക്ഷ്മി അങ്ങോട്ട് പോയി കയറിയിരിക്കുകയാണ്. ഈ സമയം ഗോവിന്ദന് എന്ത് ചെയ്യണം നടത്തില്ല, അത് വല്ലാത്തൊരവസ്ഥയാണ്. അവസാനം ഗോവിന്ദും കൂടെ കയറുവാണ്. അങ്ങനെ കുറെ ദൂരം അങ്ങോട്ട് പോയി. കുറെ ദൂരം ചെന്നിട്ട് ഇങ്ങനെ മിണ്ടുന്നില്ലായിരുന്നു.
കുറെ സമയം കഴിഞ്ഞപ്പം വിജയലക്ഷ്മി വീണ്ടും ചോദിച്ചു, അല്ല നിനക്ക് എന്നോടൊന്ന് സംസാരിച്ചാൽ എന്താ കുഴപ്പം? നിനക്ക് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, എനിക്ക് ഇത് കൂടുതലൊന്നും പറയാനില്ല, അതുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടായിരുന്നാൽ മാത്രം മതി എന്ന് പറയണം. ഓ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? കുറെ നേരം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പൊക്കെയാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാനൊരു ചായക്കടയുടെ മുന്നിൽ നിർത്തി, പെട്ടിക്കടയാണ്, അവിടെ നിർത്തി. അതെ നിനക്ക് ചായ വേണമെന്ന് ചോദിക്കും. ഓ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ, ഭാഗ്യം എന്ന് പറയണം. അല്ലെ എനിക്കൊരു ചായ കുടിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളെന്ന് പറയാണ്. ശരി. ഇത് നമ്മൾ ഗോവിന്ദ് അങ്ങോട്ട് കടയിലേക്ക് കയറുവാണ്. ഗോവിന്ദ് കടയിൽ കേട്ട് 2 ചായക്കൊക്കെ ഓർഡർ ചെയ്തു. ഈ സമയം വിജയലക്ഷ്മി കാറിലിരിക്കുക. പിന്നീട് വിജയലക്ഷ്മി കാറിൽ നിന്നും കൂടെ ഇറങ്ങി ചെല്ലും. അങ്ങനെ ഗോവിന്ദ് കൊണ്ടുവന്ന് ചായയൊക്കെ കൊടുത്തു. അല്ല മധുരം കുറവ് മറ്റോ ഉണ്ടോയെന്ന് ചോദിക്കണം. മധുരം ഇനിയിപ്പം മധുരം കുറവാണെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയാവോ, ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്രയും രുചിയുള്ള ചായ കുടിക്കാൻ പോകുന്നത്. കാരണം ഗോവിന്ദന്റെ കയ്യിൽ കൊണ്ടാണ് ഗോവിന്ദ ചായ കൊണ്ടേ കൊടുത്തത്. അത് വിജയലക്ഷ്മിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമില്ല. ഗോവിന്ദ നിങ്ങൾ കൂടുതൽ തത്വമൊന്നും പറയണ്ട എന്ന് പറയണം. ഞാൻ തത്വമൊന്നും പറഞ്ഞതൊന്നും അല്ല, ഞാൻ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഗോവിന്ദൻ എന്ന് പറയണം. പിന്നെ സ്നേഹമുണ്ട് പോലും, എന്നിട്ടാണോ നിങ്ങൾ എന്നെ എൻ്റെ അച്ഛനെയൊക്കെ ഉപേക്ഷിച്ചിറങ്ങി വല്ലവൻ്റെയും കൂടെ പോയത്? ഇത് കേട്ടപ്പോഴത്തേനും വിജയലക്ഷ്മി വല്ലാത്ത ടെൻഷനായി. വിജയലക്ഷ്മി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്, നിന്റെ മനസ്സിൽ എന്നോടുള്ള എന്തൊക്കെ ഒരു തെറ്റിദ്ധാരണകളുണ്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയില്ല, ശരിയായിട്ടുള്ള ധാരണകളൊക്കെ ഉള്ളൂ. എനിക്ക് നിങ്ങളെ അറിയാവുന്ന പോലെ മറ്റാർക്കും അറിയത്തില്ലെന്ന് പറയണം. ഇത് കേട്ടം വിജയലക്ഷ്മി പറഞ്ഞു, നിനക്ക് തെറ്റിമാനെ, നീ എന്നെക്കുറിച്ച് വിചാരിച്ച കാര്യങ്ങളൊന്നും ശരിയല്ലെന്ന് പറയാം. ശരിയല്ല പോലും, എല്ലാ തെറ്റുകളും ചെയ്തിട്ട് നിങ്ങൾ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ അച്ഛനും എത്രമാത്രം വിഷമിച്ചെന്നറിയാം. എൻ്റെ അച്ഛൻ ഉരുകി ഉരുകി ഇല്ലാതായി തീരുക ചെയ്തേ. ആ സമയത്ത് രാധികാമ്മ ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളെ താങ്ങി നിർത്തിയത് എൻ്റെ അച്ഛൻ്റെ മരണശേഷവും. കാരണം അത്ര ചെറുപ്പമായിട്ട് പോലും അവര് വീണ്ടും ഒരു വിവാഹം കഴിക്കാതെ ഞാൻ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. രാധികാമ്മനെ സമ്മതിച്ചു കൊടുക്കണം, അത് ആ ചെറിയ പ്രായത്തിൽ തന്നെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് വെറും വെറുപ്പാ മകനെ ഇട്ടിട്ട് പോയത്. ഇപ്പൊ നിങ്ങളോടുള്ള എൻ്റെ വെറുപ്പിന് കാരണം എന്നറിയോ, എൻ്റെ മനസ്സ് നിങ്ങളോട് തരി പോലും ഇഷ്ടമില്ല. ചില സമയത്ത് എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നുണ്ട്. ഞാനെന്തായാലും മകന്റെ സ്നേഹം കിട്ടാനായിട്ട് നിങ്ങൾക്ക് യാതൊരു അർഹതയില്ലെന്ന് മനസ്സിലായി. ഇത് കേട്ടാൻ വിജയലക്ഷ്മി പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും പറയരുത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? തെറ്റ് ചെയ്തിട്ടില്ല പോലും, എന്നിട്ടാണ് നിങ്ങൾ കണ്ട ഒരുത്തൻ്റെ ഇറങ്ങി പോയത്, എന്നിട്ട് അതിനകത്തൊരു കൊച്ചിനെ ഉണ്ടാക്കിയത്, എന്നിട്ടാണ് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് പുണ്യവതിയാണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേനും ഒരു തലയ്ക്കൊരു കൂടം കൊണ്ട് അടിച്ചൊരവസ്ഥയായിപ്പോയി വിജയലക്ഷ്മി നീ എന്തൊക്കെയാ പറഞ്ഞേ? ശരിയല്ലേ ഞാൻ ചോദിച്ചേ? നിങ്ങൾ എൻ്റെ അച്ഛനെ ചതിക്കുകയല്ലേ ചെയ്തേ? അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കണം. ഗോവിന്ദേ നീ അനാവശ്യം പറയുന്നത്. അനാവശ്യമോ? അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കുറ്റമല്ലേ എന്ന് ചോദിക്കണം. ഗോവിന്ദ അങ്ങനെയല്ല, അതല്ല സത്യം. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും എനിക്കറിയാം നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ ഇനി കൂടുതൽ എന്നോടൊന്നും പറയാൻ വരണ്ട എന്ന് പറയണം. ഇത് കേട്ടാൻ തകർന്നടിഞ്ഞ് വിജയലക്ഷ്മി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.